സ്ഥിരമായി അലർജി ഉള്ളവരോ അല്ലെങ്കിൽ അലർജിക്ക് സമാനമായ ജലദോഷം ഇടയ്ക്കിടയ്ക്ക് വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചില ആളുകളെങ്കിലും പറയുന്ന ഒരു പ്രയാസമാണ് ചെവി അടഞ്ഞു പോവുക എന്നുള്ളത്. അപ്പൊ ഈ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ചെവി അടച്ചിലും അവർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെവിയുടെ മധ്യഭാഗത്ത് നിന്ന് നമ്മളുടെ തൊണ്ടയുടെ പിൻവശത്തേക്ക്, അതായത് മൂക്കിന് പിൻവശത്തേക്കായിട്ട് ഒരു കുഴല്, നമ്മളുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു കുഴല് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ചെവിയുടെ മർദ്ദം നമ്മുടെ അന്തരീക്ഷത്തിന്റെ മർദ്ദവുമായിട്ട് ഈക്വലൈസ് ചെയ്യാനും ചെവിയിലെ സ്രവങ്ങൾ പ്രോപ്പറായിട്ട് ഒഴുക്കിക്കളയാനും ആവശ്യമായിട്ടുള്ള ഒരു കുഴലാണ്. അപ്പോൾ നമുക്ക് അലർജി ഉള്ള സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ കൊണ്ട് നമുക്ക് ഈ മൂക്കിന്റെ ഭാഗത്ത് വീക്കം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അടപ്പ് നമുക്ക് ഫീൽ ചെയ്യാനും അതുപോലെ തന്നെ അവിടെ കഫം ഉൽപ്പാദിപ്പിക്കുന്ന പാളികളിൽ വീക്കം സംഭവിച്ചിട്ട് കൂടുതൽ കഫം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ നോസ് ബ്ലോക്ക് ആവുകയും പ്രോപ്പറായിട്ട് ഈ ഒരു ഡ്രെയിനേജും പോസിബിൾ ആവില്ല, ഈ ഒരു കുഴല് അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ചെവി അടപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ വീക്കം കുറയ്ക്കാനുള്ള മരുന്നുകൾ എടുക്കുക, അതേപോലെ കഫം പ്രോപ്പറായിട്ട് അലിയിപ്പിച്ച് കളയാനുള്ള അല്ലെങ്കിൽ വിട്ടു പോകാനുള്ള മരുന്നുകളും കൂടെ എടുക്കുന്നത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നല്ലതായിരിക്കും.